ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ കടുകുമണി ശുശ്രൂഷയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിൽ 24 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോ ഒരു രാജാവിൻ്റെ മകനാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ ആളാണ്, ഈ ലോകരാജ്യത്തിൻ്റെ ആളല്ല. എന്നിട്ടും ഈശോ യഹൂദ മതസമുദായത്തിലുണ്ടായിരുന്ന ഒരു നടപടിക്രമത്തെ ഈശോ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുകയാണ്. അവർ കഫർനാമിലെത്തിയപ്പോൾ ദൈവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? നേരിട്ട് യേശുവിനോട് നികുതി ചോദിക്കാനായിട്ട് ഈ നികുതി പിരിക്കുന്നവർക്കൊരു മടി. അതുകൊണ്ട് പത്രോസിനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്നത് പത്രോസ് പറഞ്ഞു. യേശു തുടർന്നു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. അപ്പോൾ യഹൂദരുടെ ദൈവാലയ നികുതി എന്ന് പറയുന്നത് ജെറൂസലേം ദേവാലയത്തിൻ്റെ നികുതിയാണ്. അത് അവിടുത്തെ ദേവാലയത്തിൻ്റെ അനുദിന ചെലവിന് വേണ്ടിയുള്ള ഒരു സംഭാവനയാണത്. നികുതിയായിട്ട് അത് ദൈവാലയ അധികൃതർ പിരിക്കുന്നു. അത് പിരിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഈ നികുതി പിരിക്കുന്ന ബൂത്തുകളുണ്ട്. അപ്പോൾ യേശുവിനും ശിക്ഷ സമൂഹത്തിനും നികുതി കൊടുക്കണം വേണ്ടോ എന്നുള്ള ഒരു ചോദ്യം, നിന്ദ കൊടുക്കാത്തതല്ല നീ കൊടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഈ നികുതി പിരിക്കുന്നവർ ചോദിച്ചു. സ്റ്റാഫ് ചോദിച്ചപ്പോൾ പത്രോസ് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം യേശുവിൻ്റെ അടുത്തെത്തുന്നു. അപ്പോൾ അന്നത്തെ നികുതി എന്ന് പറയുന്നത് 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ യഹൂദരും, 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും 1/2 ഷെക്കൽ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ ജോലി കൂലിയാണത്. 2 ദിവസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പണമാണ് 1/2 ഷെക്കൽ. 1/2 ഷെക്കൽ നികുതിയായിട്ട് കൊടുക്കണം. ഇത് യേശുവിൻ്റെ അടുക്കൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. പക്ഷെ പത്രോസിനോടാണ് ചോദിച്ചത്. അപ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, അത് സ്വന്തം മക്കളിൽ നിന്ന് പിരിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി നികുതി കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ വസിക്കേണ്ടതാണ് ദൈവാലയം. ആ യേശുവിന് അവിടെ കാര്യമായ പ്രസക്തിയൊന്നും യഹൂദർ കൊടുത്തിട്ടില്ല. കാരണം അവർ മറ്റൊരു മിശിഹായാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈശോ ആകട്ടെ ഈ ദൈവാലയത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവാലയത്തിൻ്റെ മുറ്റത്തുള്ള കച്ചവടക്കാരെ എല്ലാവരും ഇവിടുന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശ മറിച്ചിട്ട് അവരെ അവിടെ ആ ദൈവാലയം ശുദ്ധീകരിക്കാൻ നമ്മൾ കണ്ടിട്ട് ആ ദൈവാലയത്തെ കള്ളന്മാരുടെ ഗുഹ എന്നാണ് വിളിച്ചത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. കള്ളന്മാരുടെ ഗുഹ എന്നാണ് ഈ ദൈവാലയത്തെ ഈശോ വിളിച്ചത്. എന്നിട്ടും ആ ദൈവാലയത്തിന് നികുതി കൊടുക്കാനായിട്ട് ഈശോ തയ്യാറായി. ഈശോ അവിടെ ജനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നതോ ജപാലയങ്ങൾ, അത് മറ്റൊന്നാണ്. സിനഗോഗ് എന്ന് പറയുന്ന ജപാലയങ്ങളുണ്ട്. ജെറൂസലേം ദേവാലയം ഒരെണ്ണമുള്ളൂ, ദേവാലയം ഒരെണ്ണമുള്ളൂ. പിന്നെ പ്രാർത്ഥനയ്ക്ക് വചനവായന, അവരുടെ നിയമഗ്രന്ഥം വായിക്കാനും അത് വ്യാഖ്യാനിച്ച് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ജപാലയങ്ങളുണ്ട്. സങ്കീർത്തനം ആലപിക്കാനൊക്കെയുള്ള സ്ഥലമാണത്. അതാണ് സിനഗോഗ് എന്ന് പറയുന്നത്. അവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. അതുപോലെ ഈ ജെറൂസലേം ദേവാലയത്തിൽ പ്രത്യേകിച്ച് പെസഹ കാലത്താണ് ഏറ്റവും വലിയ കൂട്ടായ്മ ഉണ്ടാകുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സംവിധാനത്തെ ഈശോ തള്ളി പറയുന്നില്ല. മാത്രമല്ല, നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനത്തിൽ ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. അപ്പോൾ സഭായോഗങ്ങൾ നമ്മുടെ ഇടവകയിലെ കുർബാനയാകാം, മറ്റുള്ള ഒരുമിച്ച് പ്രാർത്ഥന കൂട്ടായ്മകളാകാം. അത്
അവിടെയുള്ള എന്തെങ്കിലും അധികൃതരുടെയോ അല്ലെങ്കിൽ അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ മെത്രാന്മാരുടെ എന്തെങ്കിലും തെറ്റുകളുടെ പേരും പറഞ്ഞ് അത് ഉപേക്ഷിക്കുന്ന സ്വഭാവമുള്ളവർക്കൊരു സന്ദേശമാണ്. പതിവ് ചിലർക്ക് ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ നമ്മൾ ഉപേക്ഷിക്കരുതെന്ന് ഇവിടെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈശോ തന്നെ ആ ദേവാലയത്തിൽ വചനം വ്യാഖ്യാനിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈശോ പലവണ്ണം പ്രവേശിച്ചിട്ടുണ്ട്. അതൊക്കെ ഈശോയ്ക്ക് സ്വീകാര്യമാണ്. പക്ഷേ മഹാനായ ഹെറോദോസ് രാജാവ് പണി കഴിപ്പിച്ച, അതായത് BC 19 ആരംഭിച്ച് AD 27 46 സംവത്സരം കൊണ്ട് മഹാനായ ഹെറോദോസ് രാജാവ് പുതുക്കി പണിത ജെറൂസലം ദേവാലയം അന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. അത്ര മഹത്തായ ഒരു സൃഷ്ടിയായിരുന്നു. ആ ദൈവാലയത്തിൻ്റെ ചെലവിലേക്കായിട്ടാണ് ഈ നികുതി പിരിക്കുന്നത്. അപ്പോൾ ആ നികുതി കൊടുക്കേണ്ടതുണ്ടോ എന്ന് പത്രോസിനോട് ചോദിച്ചിട്ട് ഈശോ തന്നെ പറയുകയാണ്, ചൂണ്ടയിട്ട് മീൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന നാണയം എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. അവിടെ അതിസ്വാഭാവികമായ ഒരു സംഭവമാണ് സംഭവിക്കുക. നാച്ചുറൽ അല്ല, സ്വാഭാവികമല്ല. യേശു ഒരു സ്വാഭാവിക തലത്തിൽ അല്ലെങ്കിൽ മാനുഷിക തലത്തിൽ മാത്രമല്ല അവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ നികുതി കൊടുക്കുന്നതും അതിസ്വാഭാവികമായൊരു ക്രമത്തിലാണ്. ഈശോ അവിടെ ഒരു ഇടർച്ച കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് ചെയ്തത്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു ധ്യാന വിഷയമാക്കേണ്ടത് അവിടെയാണ്. നമ്മൾ സഭാപരമായ കാര്യങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ചില ക്രമീകരണങ്ങളുടെ പേരിൽ നമുക്ക് തർക്കവിതർക്കങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ചെറിയ ദുരന്തം ഈ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആത്മീയ കേന്ദ്രങ്ങളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ നയിക്കുന്നവരുടെ കാര്യങ്ങളിലോ ഒക്കെ ചില കുറവുകളോ കുറ്റങ്ങളോ തെറ്റുകളോ കാണുമ്പോൾ നമ്മൾ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടത് വെക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ മുരിങ്ങൂർ ഡിവൈനിൽ ധ്യാന കേന്ദ്രത്തിലായിരുന്ന കാലത്ത്, പോട്ടയിലായിരുന്ന കാലത്ത് എൻ്റെ ധ്യാനം കൂടിയിട്ടുള്ള ഒരാൾ, നല്ല പ്രാർത്ഥന അഭിഷേകമുള്ള ഒരാൾ അടുത്ത കാലത്ത് ഞാൻ കണ്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ മ്ലാനവദനാണ്, വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പം എന്തോ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്ത എനിക്കുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഒരു വിദേശ രാജ്യത്ത് വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതാണ്. എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഭാര്യ വന്ന് ചെവിയിൽ എൻ്റെ അടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു, അച്ഛൻ ഒന്ന് ചോദിക്കുക, എന്താ പള്ളി പോകാത്തതെന്ന്. പെട്ടെന്ന് ഞാൻ ഞെട്ടി. പള്ളി പോകുന്നില്ലെന്നോ? ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി? അച്ഛൻ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ ചോദിച്ചു, ഇവിടെ പള്ളിക്ക് അടുത്തുണ്ടോ? അപ്പം പറഞ്ഞു, പള്ളി അടുത്തുണ്ടോ എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല, ഞാൻ പള്ളി പോകാറില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ചില പ്രത്യേക കാരണങ്ങളാൽ സഭാ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ലിറ്റർജിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കം, അതിൻ്റെയൊക്കെ പേരിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അദ്ദേഹം പള്ളി കയറാറില്ല. ഒന്നല്ല, ഒന്ന് കൂടുതലായി, 1-2 വർഷമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പള്ളി കയറാറില്ല, കുമ്പസാരിക്കാറില്ല, അതുപോലെ കുർബാനയിൽ പങ്കെടുക്കാറില്ല, കുർബാന സ്വീകരിക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് കുർബാന സ്വീകരിച്ചില്ലേ? അപ്പോഴാണ് പറഞ്ഞത്, മകൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഇദ്ദേഹം പള്ളിയിൽ പോയി അവിടെ ചെന്നിട്ട് അവിടെ ഒരു ബെഞ്ചിലിരുന്നു, അല്ല ഒരു കസേരയിൽ ഇരുന്നു, അദ്ദേഹം എല്ലാം പങ്കെടുത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? അച്ഛന്മാർക്കോ മെത്രാന്മാർക്കോ എന്തെങ്കിലും തെറ്റുപറ്റിയെന്നതിൻ്റെ പേരിൽ യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മളെന്തിനാണ് തകർക്കുന്നത്? ഇദ്ദേഹം വിധിക്കുന്നു, അച്ഛന്മാർക്ക് തെറ്റുണ്ട്, മെത്രന്മാർക്ക് തെറ്റുണ്ട്, പല കാരണങ്ങൾ, ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ അധികാരികളായിരിക്കുന്ന വ്യക്തികൾക്കോ നേതൃത്വത്തിലിരിക്കുന്നവർക്കോ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടതിൻ്റെ പേരിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ നമ്മുടെ തെറ്റിൻ്റെ ഫലമായി നമ്മളെന്തെങ്കിലും തെറ്റുകളോ വീഴ്ചകളോ നമുക്ക് സംഭവിക്കുക, നമ്മുടെ മക്കൾ നമ്മളോട് ഇതുപോലെ ചെയ്യുകയാണ്, എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, താങ്കൾ ഈ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ താങ്കളുടെ മകനും മകൻ്റെ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളും നിങ്ങളെ ഇതുപോലെ ബഹിഷ്കരിക്കുകയാണെങ്കിലോ? ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സംസാരിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സോറി, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ഞാൻ പോകാൻ നേരത്ത് അദ്ദേഹം
എൻ്റെ കൈ പിടിച്ച് കുറേ നേരം കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണ് തുറന്നെന്ന് പറഞ്ഞു. അത്ര പറഞ്ഞുള്ളൂ. കാരണം ഇദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്ന ആളാണ്. എൻ്റെ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞു. ഞാൻ മാനുഷികമായിട്ടുള്ള തലങ്ങളിലുള്ള മനുഷ്യരുടെയോ മാനുഷിക തലങ്ങളിലുള്ളവരുടെ തെറ്റിൻ്റെ ഫലമായിട്ട് ഞാൻ എന്തൊരു ദൈവിക തലത്തെ ഞാൻ തള്ളിക്കളയണം? യേശു മറ്റൊരു രാജാവിൻ്റെ മകനാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ ആളാണ്, ഈ രാജ്യത്തിൻ്റെ ആളല്ല. എന്നിട്ട് പോലും ഈ ദൈവാലയ നികുതി കള്ളന്മാരുടെ ഉകകയെന്ന് ഈശോ വിളിച്ച ദൈവാലയത്തിൽ കയറി ഈശോ അവരുടെ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈശോ ഇതാ ദൈവാലയ നികുതി കൊടുക്കുന്ന കാര്യത്തിൽ ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി ഒരു നടപടി എടുക്കുകയാണ്. വഴക്കുണ്ടാക്കാതിരിക്കാൻ, വഴക്കൊഴിവാക്കാൻ, ഇടർച്ച കൊടുക്കാതിരിക്കാൻ. മറ്റൊരു നമ്മൾ പോലെ ഒരിക്കലും ദൈവിക സംവിധാനങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാകരുതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ദൈവമായിട്ടുള്ള ബന്ധം തകർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തകർന്നു നിൽക്കില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിനോട് ഞാൻ അപേക്ഷിക്കുന്നത്, ഈ ഒരു കാലഘട്ടം വളരെയേറെ തിന്മ നിറഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ദൈവമായിട്ട് നമ്മുടെ ബന്ധമോ നമ്മുടെ കൂട്ടായ്മയോ ഒന്നും തകർത്ത് കളയരുത്. അത് തകരാതിരിക്കാൻ വേണ്ടി നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും അതിനെ തകർക്കുന്ന വിധത്തിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവം സമൃദ്ധമായി തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ